ഇന്നലെ രാത്രിയിലത്തെ കാഴ്ചയാണിത്. സ്നോഫാൾ തുടങ്ങിയിരിക്കുന്നു. രാവിലെ വിൻഡോയിൽ കൂടി നോക്കിയപ്പോൾ അതെ എല്ലാവരും സ്നോ ആയിട്ട് കിടക്കുന്നു. ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഫ്രീസും റെയിൻ. സ്നോ വരുന്നത് അറിഞ്ഞിട്ട് ഫ്രീസെല്ലാം കൂടി സൗത്തിലോട്ട് വെച്ച് പിടിക്കുക. ഫസ്റ്റ് സ്നോഫാളാട്ടോ. സ്നോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് വറക്കുകയാണ്. സ്കൂളിൽ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഒന്ന് റൗണ്ട് അടിച്ച് ഓടി വന്നു. ഞാനായാലും ഔട്ട് സൈഡിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. വിൻഡോയിൽ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഫുൾ സ്നോ ആയിട്ട് കിടക്കുന്നു. ഐസിക്കിൾ കണ്ടോ? ഐസിക്കിളിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ബേഡ്സിനെ കാണാം. ഈ ട്രീ ഫുള്ള് ബേഡ്സ്. സ്നോ വരുന്നത് അറിഞ്ഞ ഹരീഷ് നേരത്തെ പേഡ് ഫീഡൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേഡ്സ് എല്ലാം ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് സുഭിക്ഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിറയെ നേറ്റീവ് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് അത് നിറച്ച് സീഡ്സും ബെറീസും ഒക്കെ കാണും, ഡ്രൈ ആയിട്ടുള്ളത്. വിന്റർ വന്നാലും അത് ഉണങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. നെക്സ്റ്റ് സ്പ്രിങ് ആകുമ്പോൾ എല്ലാം തളിർത്ത് വരും. വിന്ററിൽ നിറച്ച് ബെറീസ് ഒക്കെ അതിനകത്ത് കാണും, ഡ്രൈ ബെറീസ്. അതുകൊണ്ട് ബേഡ്സ് ഒക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ബേഡ്സ് ഒക്കെ ഹാപ്പി ആയിട്ട് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇത് ബേഡ്സ് ഇരിക്കുന്നുണ്ടോ? ഒരു ബേഡ് ഇതേ അവിടെ എന്തോ സീഡൊക്കെ, അവിടെ ഒരു ബേഡ് സീഡൊക്കെ കൊത്തി പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ഊണൊക്കെ കഴിഞ്ഞ് ഞാനും കൊക്കോയും കൂടെ ജസ്റ്റ് ഔട്ട് സൈഡിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് സ്നോ വീണ് സ്കൂളും ക്ലോസ് ചെയ്തിരിക്കുകയെന്ന് അറിഞ്ഞത്. പിന്നെ വിന്റർ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. സ്നോ വാഴുന്നു. കൊക്കോടെ കോട്ടൊക്കെ ഇട്ട് കൂടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയും നടക്കാൻ. ഞങ്ങൾക്ക് ലാസ്റ്റ് സ്നോഫോൾ കിട്ടിയത് 22-ലായിരുന്നു. അത് 23, 24 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് വന്ന സ്നോയാണ് ഇത് അല്ലേ? ഇല്ലേ കൊച്ചപ്പാ? കൊച്ചപ്പൻ സ്നോ ഒക്കെ മറിഞ്ഞിരിക്കുകയായിരുന്നു. എൻജോയ് ചെയ്ത് ഇൻസൈഡ് കയറി. ഇതിപ്പോൾ നടക്കുന്ന സംഭവം വീണ്ടും മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നാളെയും സ്കൂളില്ല. ഇവിടെ ഇങ്ങനെ റോഡൊക്കെ സ്ലിപ്പറി ആവുന്നതുകൊണ്ടാണ് സ്കൂളൊക്കെ ക്ലോസ് ചെയ്യുന്നത്. ആക്സിഡൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സേഫായിട്ട് വീട്ടിൽ ഇരുന്ന്